കാർഷിക മേഖലയിൽ നിന്നും അകന്നുപോകുന്ന യുവതലമുറയ്ക്ക് നെൽകൃഷിയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇട്ടുണ്ണാൻകടവ് പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ പാടത്തിറക്കി. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ 25ഓളം വിദ്യാർത്ഥികളാണ് കൃഷിയെ തൊട്ടടുത്തറിയുവാൻ മുതിർന്നവർക്കൊപ്പം പാടത്തിറങ്ങിയത്. പുസ്തകത്താളുകളിൽ നിന്ന് നെൽപ്പാടത്തിന്റെ പച്ചപ്പിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോൾ അത് മറ്റൊരു കൊയ്ത്തുത്സവമായി മാറി. നെല്ല് കൊയ്യുന്നതും കറ്റമെതിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പുതുമയുള്ള അനുഭവവും മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതായിരുന്നു ഇട്ടുണ്ണൻ പാടശേഖരത്തിലെ നെൽക്കതിർ കൊയ്ത്ത്. പഠനത്തിനൊപ്പം പാടത്തും നെല്ലും കറ്റയുമായി വിദ്യാർത്ഥികൾ അണിനിരുന്നപ്പോൾ അത് വേറിട്ടൊരു കാഴ്ചയായി മാറി. വിദ്യാർത്ഥികൾക്ക് അത് പുത്തൻ അനുഭവവും. മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്, ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും നോർത്ത് മാറാടി ഇട്ടുണ്ണാൻകടവ് പാടശേഖര സമിതി എന്നിവർ ചേർന്നുമാണ് നോർത്ത് മാറാടി പാടത്ത് കൊയ്ത്തുത്സവം നടത്തിയത്. സ്കൂളിലെ 25ഓളം NSS യൂണിറ്റ് അംഗങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുത്തത്. വാർഡ് കൗൺസിലർ ജയകൃഷ്ണൻ നായർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ വെക്കേഷണൽ ഹയർ സെക്കൻഡറി NSS യൂണിറ്റിൻ്റെയും റോട്ടറി ക്ലബ്ബ് ഹെറിറ്റേജിൻ്റെയും മാറാടി ഇട്ടുണ്ണൻ പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ കുട്ടികൾക്ക് എങ്ങനെ കൃഷി ചെയ്ത് നെല്ലിലൂടെ അരിയായിട്ട് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ തീൻമേശയിൽ ചോറായിട്ട് വരുന്നു എന്നുള്ളത് പല കുട്ടികൾക്കും ഇന്നും അറിയില്ല. അതിൻ്റെ ഒരു പ്രാരംഭ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഈ കൊയ്ത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം ഈ കൊയ്യുന്നതിന് മുമ്പ് ഒത്തിരി പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പാടം ഉഴുത് വിത്ത് വിതച്ച് വളമിട്ട് മരുന്നടിച്ച് ഈ പരുവത്തിലെത്തിച്ച് ഇതിനി കൊയ്ത് മെതിച്ച് വീണ്ടും അത് പുഴുങ്ങി ഉണങ്ങി കുത്തിയാണ് നമുക്ക് അരിയായിട്ട് കിട്ടുന്നത്. അതിനെ കൊയ്ത് എങ്ങനെ കറ്റയാക്കി മെതിക്കാനുള്ള പ്രോസസ്സിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ NSSൻ്റെ വീട്ടിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പഠനത്തിനൊപ്പം മാത്രം മുന്നേറുന്ന യുവതലമുറയെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കൊയ്ത്തുത്സവം നടത്തിയത്. കാർഷിക മേഖലയിൽ നിന്നും അനുദിനം അകന്നുപോകുന്ന യുവതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി മാറിയിട്ടുണ്ട് പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം. നെൽക്കതിർ കൊയ്യാനും അവ അടുക്കിപ്പറുക്കാനുമെല്ലാം വിദ്യാർത്ഥികൾ വലിയ ഉത്സാഹത്തോടെയാണ് പങ്കെടുത്തത്. ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാര്യങ്ങൾ. നമ്മളെല്ലാ ഡെയിലി കഴിക്കുന്ന അരി എങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളതൊന്ന് അറിയാൻ പറ്റി. പണ്ട് നിന്നൊരു കാര്യം ഇപ്പോൾ വീണ്ടും എല്ലാവരും കൂടെയൊക്കെ ചെയ്യാനൊക്കെ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോൺ സി മണിത്തോട്ടം, സെക്രട്ടറി ജെറിൻ ജോർജ്, ജോണി മെതിപ്പാറ, പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. ഈ നെല്ല് എങ്ങനെ കൊയ്തെടുക്കാം, അതിൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെ കൊയ്ത് കറ്റ കെട്ടി എടുത്ത് ചുമന്ന് കൊണ്ടുവച്ച് അത് നെല്ലും വൈക്കോലും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ഒരു പാടത്തിറങ്ങിയുള്ള ഒരു പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഈ സംരംഭത്തിൽ പങ്കാളികളായിരിക്കുന്നത് മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജും ഈ പാടശേഖര സമിതി വടക്കൻമാറാടി ഇട്ടുണ്ണാൻ പടവ് പാടശേഖര സമിതിയിലെ അംഗങ്ങളും അതിൻ്റെ പ്രവർത്തകരുമാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്.